മഹേഷിന്റെ സിനിമയിലെ നായകന്മാർ 18 വർഷത്തിനു ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്ന മലയാളത്തിന്റെ ഡ്രീം പ്രോജക്റ്റിന്റെ കാസ്റ്റിലേക്ക് നിരവധി താരങ്ങളും അണിചേരുന്നു. ആദ്യം കേട്ട ചിലർക്ക് പകരമായി പലരും പുതിയതായി സിനിമയുടെ ഭാഗമാകുന്നു. വലിയ ചിലവിലൊരുക്കുന്ന സിനിമയിൽ അതിലെ താരങ്ങളുടെ ആരാധകരെ പിണക്കാൻ ഒരു നിർമ്മാതാവും മുതിരില്ല. ഇറക്കിയ മുതലിന്റെ ഇരട്ടി തിരിച്ചു പിടിക്കാനും എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടാനുമുള്ള തരത്തിലാണ് അവർ ആ സിനിമയെ മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാതെ ചിലർ പരസ്പരം ചെളിവാരിയെറിയുന്നത് സോഷ്യൽ മീഡിയയിൽ കാണാം. ഒരു സിനിമ വിജയിക്കുന്നതോ പരാജയപ്പെടുന്നതോ അതിലെ നായകനിൽ കേന്ദ്രീകരിച്ചല്ല. ഒരു കൂട്ടായ പ്രവർത്തനം നന്നായി വരുമ്പോഴാണ് ഒരു ഹിറ്റ് ഉണ്ടാകുന്നത്. മമ്മൂക്കയും ലാലേട്ടനും ചാക്കോച്ചനും ഉൾപ്പെട്ട രംഗങ്ങൾ നേരത്തെ തന്നെ ചിത്രീകരിച്ചു തുടങ്ങിയ ലൊക്കേഷനിലേക്ക് ഫഹദ് ഫാസിൽ ബുധനാഴ്ചയാണ് എത്തിയത്. ആസിഫ് അലി താരനിരയിൽ കാണില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. മലയാള സിനിമയിൽ പുതുചരിത്രം എഴുതിക്കൊണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ പ്രോജക്റ്റ് ഒരു ആർമി ബേസ്ഡ് സിനിമയാകാനുള്ള സാധ്യതയാണ് ലൊക്കേഷൻ കാണുമ്പോൾ മനസ്സിലാകുന്നത്. പൂജ വീഡിയോയിൽ ആർമിയുടെ ഹെലികോപ്റ്ററും ഇന്ത്യൻ എയർഫോഴ്സിന് യൂണിഫോം ധരിച്ച ഒരു പൈലറ്റിനെയും അല്ലാതെ നിരവധി പ്ലെയിനുകളും ലൊക്കേഷനിൽ കാണാം. ഒരു സ്പൈ ത്രില്ലർ സിനിമയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. മൾട്ടി സ്റ്റാർ ഫിലിം എന്ന് പറയുമ്പോൾ നിരവധി താരങ്ങൾ അണിനിരക്കുന്ന സിനിമ എന്ന് തന്നെ അർത്ഥം. ഉദാഹരണത്തിന് വിക്രം, ജയിലർ, ലൂസിഫർ പോലത്തെ മൾട്ടി സ്റ്റാർ ഫിലിമുകൾ. മൊത്തം 150 ദിവസത്തോളം ഷൂട്ടിംഗ് ഉള്ള ഈ സിനിമയിൽ 100 ദിവസത്തോളം മമ്മൂക്കയും 30 ദിവസത്തോളം ലാലേട്ടനും അഭിനയിക്കുന്ന സിനിമ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായാണ് ഇതുവരെ നിർമ്മാതാക്കൾ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. ആന്റി ഹീറോ വേഷത്തിലാണ് ലാലേട്ടൻ എത്തുകയെന്ന് കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീലങ്കയ്ക്ക് പുറമെ ലണ്ടൻ, അബുദാബി, അസർബൈജാൻ, തായ്ലാന്റ്, വിശാഖപട്ടണം, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നീ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയുടെ കഥയും തിരക്കഥയും മഹേഷ് നാരായണന്റേതാണ്. നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് എന്നിവർ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. മഞ്ജു വാര്യർ, സമാന്ത എന്നിവരും സിനിമയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. രഞ്ജി പണിക്കർ, രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദിഖ്, സനലമൻ എന്നിവരും സിനിമയുടെ ഭാഗമാകും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മനുഷ് നന്ദനാണ് ഛായാഗ്രഹണം ഒരുക്കുന്നത്. ഇതിന്റെ ഓരോ അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുകയാണ്. മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കിടിലൻ സിനിമ തന്നെ പ്രതീക്ഷിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.